AICC ഫണ്ട് മോദി സർക്കാർ മരവിപ്പിച്ച സാഹചര്യത്തിൽ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന് പ്രവർത്തകർക്കുള്ള ചെലവുകൾക്ക് സഹായം സ്വീകരിക്കാൻ AICCയും ആഹ്വാനം ചെയ്തു. KPCCയുടെ തീരുമാനമനുസരിച്ച് എല്ലാ പ്രദേശങ്ങളിലും UDF ഇലക്ഷൻ കമ്മിറ്റികളോട് രസീതടിച്ച് പണം പിരിച്ച് പ്രവർത്തകരുടെ പ്രാദേശിക ചെലവിന് വിനിയോഗിക്കാൻ ഞങ്ങൾ അവർക്ക് അനുവാദം നൽകിയിരുന്നു. ഇന്ന് തലസ്ഥാന നഗരിയിൽ KPCC ഞങ്ങൾ സംയുക്തമായി KPCCയുടെ തീരുമാനമനുസരിച്ച് ഈ നഗരത്തിലെ ഈ തലസ്ഥാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കണ്ടിമറ മാർക്കറ്റിൽ വന്നത് പാവപ്പെട്ടവർ, തൊഴിലാളികൾ, അവരുടെ ചില്ലിക്കാശുകൾ ഞങ്ങൾക്ക് വളരെ വിലപ്പെട്ടതാണ്. മോഡി സർക്കാർ ഫണ്ട് ഫ്രീസ് ചെയ്താലും ജനങ്ങളുടെ പിന്തുണയോടുകൂടി തെരഞ്ഞെടുപ്പ് പ്രവർത്തനം നടത്തുമെന്ന് ഈ ഫാസിസ്റ്റ് ഗവൺമെന്റിനെ ബോധ്യപ്പെടുത്താൻ വേണ്ടി കൂടിയാണ് ഞങ്ങൾ ജനങ്ങളിലേക്ക് ഇറങ്ങി വന്നത്. ഈ ബക്കറ്റ് നിങ്ങളുടെ കൂടെ നടക്കുകയല്ലേ, ഇത് നീട്ടിയവരെല്ലാവരും ചില്ലിക്കാശുകളും നോട്ടേ ഉള്ളൂ. ഞങ്ങൾ ആരോടും പറഞ്ഞിട്ടില്ല ഇന്നത് തരണം. അവരുടെ കഴിവിനൊത്ത് സഹായം ഞങ്ങൾ സ്വീകരിക്കും. തീർച്ചയായിട്ടും അതുകൊണ്ടാണല്ലോ ജനങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുന്നത്. ഇലക്ഷൻ രാജ്യത്തെ ഏറ്റവും പ്രിൻസിപ്പൽ ഓപ്പോസിഷൻ പാർട്ടിയല്ലേ കോൺഗ്രസ്. ആ പാർട്ടിയുടെ ഫണ്ട് ഫ്രീസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ജനാധിപത്യത്തെ ഫ്രീസ് ചെയ്യാണ്. അതുകൊണ്ട് ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരുടെ സഹായം ചോദിക്കുക. അവരുടെ സഹായം കൊണ്ട് ഞങ്ങൾ ഈ മോഡി ഗവൺമെന്റ് ഞങ്ങളെ നിഷ്ക്രിയമാക്കാൻ, നിശബ്ദരാക്കാൻ നോക്കിയതിന് ഞങ്ങൾ അതിജീവിക്കും. ജനങ്ങൾ നല്ല പ്രതികരണമാണ്. സാധാരണക്കാർ അവരുടെ നാണയത്തൊട്ടുകളാണെങ്കിലും അവർ തരുന്നതിന് ഞങ്ങൾ വലിയ വില നൽകും. തൃശ്ശൂരിലെ CPMന്റെ അക്കൗണ്ട് മരവിച്ചത് CPMന്റെ അക്കൗണ്ടുകൾ മരവിപ്പിച്ചത് ED ആണ്. ഞങ്ങളുടെ അക്കൗണ്ട് AICCയുടെ അക്കൗണ്ടാണ്. അതിലെല്ലാം കണക്കുള്ളതാണ്. മറ്റത് രഹസ്യ അക്കൗണ്ടുകളാണെന്ന് പറഞ്ഞാൽ മരവിപ്പിച്ചത്. ഞാൻ അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ലെങ്കിലും ഇത് രണ്ടും ഒരുപോലെ അല്ല, അത്രയേ ഉള്ളൂ.